മഞ്ഞുള്ളിൽ കഴിഞ്ഞതിന് ശേഷമാണ് ദീപക്കല്ലേ അല്ലെങ്കിൽ സിനിമയിലുള്ള ആളല്ലേ എന്ന് ഡയറക്റ്റ് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു കുറച്ച് ഫാമിലി വന്നു, ഒരു ആന്ധ്രാപ്രദേശിലെ ആൾക്കാരാണ്. അവര് പിള്ളേരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇത്ര റീച്ചായോ ആ പടം. ബേസിൽ നസ്രിയ കോമ്പിനേഷനിലൊരു സിനിമ എന്നൊക്കെ പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും ചെയ്യാതിരിക്കുന്നതിലൊരു ഇതില്ലല്ലോ. ഇപ്പം ബേസിൽ നമ്മൾ തീരെ ചെയ്യുന്ന സമയത്ത് ബേസിൽ അതിൽ ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആണ്. ഈ പറയുന്ന മിന്നലടിക്കുന്ന രണ്ടാമത്തെ ക്യാരക്ടർ ഒരു ട്രൈബ് എന്തുമായിരുന്നു. ഞാനും അമറിനെയും തമ്മിലുള്ള കണക്ഷനും പുള്ളിയും ബേസിലും കൂടിയിട്ടാണ് ആദ്യം ഇങ്ങനെ പറയണ സീരിയസ് ആണ് നിനക്ക്. തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ കൂടി ഒരു 2 റൗണ്ട് അങ്ങ് നടന്ന് പുള്ളിക്കാരി മോനെ ഓട്ടോ വിടണ്ട, സാറ് വിടില്ല, പൊയ്ക്കുന്നതാണ്. ഞാനിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഈ നമ്പർ ഇതെൻ്റെ നമ്പറാണ്. ഹലോ ദീപക്, വെൽക്കം. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ദീപകിന് വളരെ നല്ലൊരു സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ സ്ക്വാഡ്, ചാവേറിലും വളരെ ശ്രദ്ധിക്കപ്പെട്ട വേഷം ചെയ്തു. കല്യാണം കഴിഞ്ഞു. പിന്നെ മലയാളത്തിലെ ഏറ്റവും വലിയൊരു ഹിറ്റിൻ്റെ ഭാഗമായി മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞപ്പോൾ ദീപകിൻ്റെ ലൈഫിൽ എത്രത്തോളം ഒരു മാറ്റമാണ് വന്നത്? എങ്ങനെയാണ് ഒരു നീണ്ട ഒരു യാത്രയായിരുന്നു നിങ്ങൾക്ക്? ഷൂട്ടിംഗ് തന്നെ വലിയൊരു നീണ്ട യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ സക്സസ് തന്നെ നിങ്ങൾ കുറേ നാൾ സെലിബ്രേറ്റ് ചെയ്തു. ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യാനും വലിയ ആൾക്കാരെ കാണാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായി. നിങ്ങൾ കേരളം മുഴുവൻ പോയിരുന്നു. ഒരു വലിയൊരു ലോങ് പീരീഡ് ആയിരുന്നല്ലോ. അപ്പം ആ ഒരു ഫേസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ശരിക്കും മഞ്ഞുമൽ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ ഒരു നടൻ മുന്നേയൊക്കെ സിനിമ ചെയ്ത് റിലീസ് ചെയ്ത സമയത്ത് നമ്മൾ ആൾക്കാർ കാണുന്ന സമയത്ത് ഇവനെവിടെയോ കണ്ടിട്ടുണ്ട്, സിനിമയിലാണോ എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടാവില്ല. എവിടെയോ മുഖപരിചയമുള്ള നാട്ടിൽ വല്ലതുള്ള അങ്ങനെയുള്ള ആരെങ്കിലും ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. മഞ്ഞുമൽ കഴിഞ്ഞതിന് ശേഷമാണ് ദീപക്കല്ലേ അല്ലെങ്കിൽ സിനിമയിലുള്ള ആളല്ലേ എന്ന് ഡയറക്റ്റ് ചോദിക്കാൻ തുടങ്ങി. അതിന് മുന്നേ ഒരാൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതിന് മുന്നേ കുറച്ച് പരിചയമുള്ള ആൾക്കാർ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ സാധാരണ ആൾക്കാർക്ക്, ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവാത്ത ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാന്ന് പറയുന്നത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ അത് മഞ്ഞുമലിന് ശേഷം കൂടുതൽ ആൾക്കാർ കണ്ട് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഞങ്ങൾ ഇപ്പോൾ കണ്ണൂർ ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു സ്ഥലമുണ്ട്, കൗവായി. അവിടെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു കുറച്ച് ഫാമിലി വന്നു, ഒരു ആന്ധ്രാപ്രദേശിലെ ആൾക്കാരാണ്. അവർ പിള്ളേരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇത്ര റീച്ചായോ ആ പടം റീച്ചാവും എന്നുള്ളതാണ്. അതുകൊണ്ട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് മഞ്ഞുമലിന് ശേഷം ഒരു മാറ്റം എന്ന് പറയാം. പിന്നെ ഭാഗ്യം ഒരുപാട് ആക്ടേഴ്സിനെ കാണാൻ പറ്റി, നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഒന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ, കമൽ സാറിനെ കാണാൻ പറ്റി, രജനി സാറിനെ കാണാൻ പറ്റി. അതൊക്കെ മഞ്ഞുമലിന് ശേഷം സംഭവിച്ച ഭാഗ്യങ്ങളാണ്. ഇപ്പോൾ കരിയറിൽ നോക്കുകയാണെങ്കിൽ മഞ്ഞുമൽ കഴിഞ്ഞിട്ടുള്ളൊരു ഷിഫ്റ്റ് ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ടോ, അതോ നേരത്തെ പോകുന്ന പോലെ തന്നെയാണോ ഇപ്പോഴും പോകുന്നത്? ഒരു വലിയ സക്സസിന് ശേഷം ദീപകിൻ്റെ കരിയറിൽ ദീപക് എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ എത്രത്തോളം മാറ്റമുണ്ട്? അതായത് അങ്ങനെ ഇപ്പം മുന്നേ ആണെങ്കിലും അങ്ങനെ വലിയ മാറ്റങ്ങൾ എന്ന് പറയാൻ, ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ അങ്ങനെ നമ്മൾ തേടി വരുന്ന പ്രോജക്ട്സിൻ്റെ എണ്ണവും അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാരക്ടേഴ്സിൻ്റെ എണ്ണവും അനുസരിച്ചിട്ടാണ്. ഇപ്പം മഞ്ഞുമൽ കഴിഞ്ഞ സമയത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്ത സിനിമകളൊക്കെ നല്ല സിനിമകൾ എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ നല്ലതായിട്ട് വർക്കൗട്ട് ആവുന്ന തോന്നുന്ന രീതിയിലുള്ള സിനിമകളാണ്. അപ്പം ഒരുപാട് ചൂസ് ചെയ്ത് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. വന്ന സിനിമകളിൽ അങ്ങനെയുള്ള നല്ല സിനിമകൾ വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഗുണം. മഞ്ഞുമൽ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഈ പറയുന്ന സിനിമകൾ, ഇപ്പം പൊന്മാനാണെങ്കിലും സൂക്ഷ്മദർശിനി ആണെങ്കിലും ചെയ്യാൻ പോകുന്ന സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിലും മുന്നേ ആണെങ്കിൽ ഒരു നല്ല സിനിമയുടെ ഭാഗമാണെങ്കിൽ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സർവൈവ് ചെയ്യാനുള്ള കുറച്ച് സിനിമകൾ ചെയ്യേണ്ടി വന്ന അവസ്ഥകൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മഞ്ഞുമലിന് ശേഷം. ഇപ്പോൾ സൂക്ഷ്മദർശിനിയിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാസ്റ്റിംഗ് ആണ്. ബേസിലും നസ്രിയും. ദീപക് അതിലുണ്ടെന്ന് ആദ്യം അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ട്രെയിലറൊക്കെ വന്നപ്പോഴാണ് ദീപക് എൻ്റെ ഭാഗമാണെന്ന് അറിയുന്നത്. ദീപക് നസ്രിയയുടെ ഹസ്ബൻഡായിട്ടാണ് തോന്നിയത്. എങ്ങനെയാണ് ദീപക് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു അവസാന നിമിഷമാണ്. ഇപ്പോൾ ഇതിന് മുന്നേ എൻ്റെ അടുത്ത് നമ്മളെ ഖദീക എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ഞുമലിൽ പുള്ളി ഉണ്ടായിരുന്നു, ഷൈജിക്കയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കഥീക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ മാസങ്ങളിൽ ഫ്രീ ആണോ, എന്താ പരിപാടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഫ്രീ ആണ്. അപ്പം ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ്, ഈ സമീറയ്ക്കും ഷൈജിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പരിപാടിയിലേക്ക് ഒരു ക്യാരക്ടർ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതങ്ങനെ സംസാരമൊക്കെ മാറി. പിന്നെ ഞങ്ങൾ പൊന്മാൻ എന്ന് പറഞ്ഞ പടം ഞാൻ ബേസിനും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബേസിൽ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പ്രോജക്റ്റ് അവൻ്റെ അടുത്ത് ഒരാളെ ഗംഭീര സ്ക്രിപ്റ്റാണ്. ആക്ച്വലി ഇത് ആദ്യം ഞാൻ ചെയ്യേണ്ടിയിരുന്നതല്ല, അതും ഇതേപോലെ കറങ്ങിത്തിരിഞ്ഞ് അവനിലേക്ക് എത്തിയ സിനിമയാണ്. ഭയങ്കര രസമുള്ള സബ്ജക്റ്റാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചപ്പം ജിതിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ജിതിൻ എനിക്കറിയാം, എംസീനെ എനിക്ക് മുന്നേ അറിയാം. നമ്മൾ ഒരു സമയത്ത് നല്ല അടുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഗ്യാപ്പ്, അധികം സംസാരം പരിപാടിയൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു.
പിന്നെ ജിതിനാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതെ ആ പ്രോജക്റ്റ് ഓണായോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അതിലേക്ക് വേറൊരു കാസ്റ്റ് ആയിരുന്നു. ആദ്യം എൻ്റെ പേരെന്തോ പറഞ്ഞു, പിന്നെ വേറെ കാസ്റ്റ് എന്തോ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ മാറി ഒരു ദിവസം കഥയിക്കാനെടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഡയറക്ടറിനെ മീറ്റ് ചെയ്യാൻ. ഞാൻ വേറെ ഏതോ സബ്ജക്റ്റും വേറെ ഏതോ ഒരു പരിപാടിയാണെന്ന് വിചാരിച്ച്. പിന്നെയാണ് ജിതിൻ എന്നെ വിളിക്കുന്നത്. ഇതിന് ചേട്ടാ നീ സെയിം പടമാണോ? അവിടെ സെയിം പടമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വന്ന് സംസാരിക്കാം, കഥ കേൾക്കാമെന്ന് പറഞ്ഞു. കഥ കേട്ട സമയത്ത് അതായത് സിനിമയിൽ ക്യാരക്ടർ വൈസ് അത്യാവശ്യം ഉള്ള ക്യാരക്ടറാണ്. സിനിമയിൽ അത്യാവശ്യം ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ്. അപ്പം ഉറപ്പായിട്ടും പിന്നെ ബേസിൽ നസ്രിയ കോമ്പിനേഷനിലൊരു സിനിമ എന്നൊക്കെ പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും ചെയ്യാതിരിക്കുന്നതിലൊരു ഇതില്ലല്ലോ. ഇപ്പം നസ്രിയ നമുക്ക് പറയാം, നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്ട്രസ്സാണ്. വളരെ കുറച്ചേ ഇപ്പം അഭിനയിക്കാറുള്ളൂ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ്. വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ളതാണ്. നസ്രിയയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമായിട്ടല്ലേ നസ്രിയയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതായത് നമ്മളിപ്പം ശരിക്കും ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് എനിക്കുള്ളിൽ ഉണ്ടായിരുന്നു ഇതിപ്പം ഞാനങ്ങനെ കമ്പനി ആവാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ കുറേ സമയം എടുക്കുന്നു. പരിചയമുള്ളടത്ത് കൂടുതൽ സംസാരിക്കാൻ അങ്ങനെ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ താല്പര്യം എന്ന് വെച്ചാൽ അതിനൊരു മടിയുണ്ട് എനിക്ക്. അപ്പോൾ ആക്ച്വലി നസ്രിയനെ പരിചയപ്പെട്ട സമയത്ത് നമ്മളോട് കയറി സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഞാനും ബേസിലിനോട് സംസാരിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവർ മുന്നേ കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അവരങ്ങനെയാണ് ഫസ്റ്റ് ഡേ മുതൽ സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ബേസിലോട് ചേട്ടാ നിങ്ങൾ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മുന്നേ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ഇല്ല ഫസ്റ്റ് ടൈം കാണുകയാണ്, ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫീൽ ചെയ്യും നമുക്ക് കുറെ മുന്നേ പരിചയമുണ്ടോ തോന്നി പോകുന്ന രീതിയിലുള്ള ഒരു ഒറ്റയടിക്ക് സെറ്റ് ആവുന്ന ക്യാരക്ടറാണ്. അതെ. പിന്നെ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. ഇപ്പം നമുക്കിപ്പം ഒന്നും പറയണ്ട, ചുമ്മാ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ബേസിലിനെ പോലെ തന്നെയുള്ള ക്യാരക്ടറാണ്. കുറെ കഥകളുണ്ടാവും പറയാൻ, കുറെ രസമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ കേട്ടിരിക്കാൻ അത് നസ്രിയ പറയുമ്പോൾ ഒരു രസമാണല്ലോ കേട്ടിരിക്കാൻ. നമ്മള് പണ്ട് മുതലേ ഇഷ്ടപ്പെടുന്ന കുറെ ഉള്ള കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് ആണല്ലേ. ബേസിലും എനിക്ക് ബേസിൽ തുടങ്ങിയത് മുതലേന്ന് പറയുമ്പോൾ ഭയങ്കര വയസ്സുള്ള ഒരാളായിരുന്നു. ബേസിൽ പല സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ മറ്റേ ചോറുണ്ണുമ്പോ കണ്ടോട്ടിരുന്ന പറയുന്നു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മൾ ഓരോ സിനിമ ഇപ്പം നസ്രിയുടെ ഒരു തമിഴ് പടമില്ലേ നമ്മുടെ രാജാറാണി, അതൊക്കെ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഭയങ്കര രസമുള്ള പെർഫോമൻസും രസമുള്ള സിനിമയാണ്. അപ്പൊ നമ്മളൊക്കെ എന്നെക്കാളും പ്രായം കുറവാണ് ആക്ച്വലി. അപ്പോൾ പക്ഷെ നമുക്ക് ഭയങ്കര സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്ന കുറെ അതുപോലത്തെ കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ ഓം ശാന്തി ഓശാനയിലാണെങ്കിലും ഒരുപാട് നേരത്തിലാണെങ്കിലും അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമ്പോഴും അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബേസിൽ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ തൊട്ട് കാണുന്ന ഒരാളാണ്. ആ സിനിമയിലെ വില്ലനായിരുന്നു തിരയിൽ. ബേസിലൂടെ പിന്നെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, ഇപ്പം ആക്ടറായിട്ടും പല സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബേസിലിൻ്റെ ഒരു ഗ്രോത്ത് കാണുന്നുണ്ടല്ലോ, ദീപക് ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സിനിമയിലും ബേസിലൂടെ വർക്ക് ചെയ്യാണ്. ബേസിൽ എങ്ങനെയാണ് ഒരു ആക്ടറായിട്ടും ഡയറക്ടറായിട്ടും ഉള്ള ബേസിലിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ദീപക്? ബേസിൽ ബേസിക്കലി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പം അവൻ എന്ത് തമാശയും ഇതും പറയാൻ ഒക്കെ, അതായത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് അവന് ഇഷ്ടമുള്ള കാര്യം. ഇപ്പം അവന്റെ ജോലിയും ഇപ്പം നമ്മളെല്ലാവരുടെയും ജോലി അതാണ്. പക്ഷെ അവൻ ഓഫ് സ്ക്രീനിലും ഭയങ്കരമായിട്ട് ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ബേസിൽ നമ്മൾ തീരെ ചെയ്യുന്ന സമയത്ത് ബേസിൽ അതിൽ ഫസ്റ്റ് അസിസ്റ്റന്റ് ആണ്. അപ്പോൾ ക്ലാപ്പ് ബോയാ ശരിക്കും. അപ്പോൾ അന്ന് ഇപ്പം ഞാനും റോബിയും അലക്സും നമ്മൾ ആ സമയത്ത് കമ്പനിയാണ്, ജോമൻ ജോണിൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു അവർ. അപ്പോൾ ഞങ്ങൾ പറയണ്ടായിരുന്നു ഇവൻ വർക്ക് ചെയ്യുന്നുണ്ടപ്പോൾ പറഞ്ഞിട്ട് ഫസ്റ്റ് സിനിമ ചെയ്യുന്ന ഇവനായിരിക്കും. അതായത് ആ കൂട്ടത്തിൽ അതായത് ഗണേഷും അഭിനവും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ സിനിമ ചെയ്തു, പക്ഷെ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന ഇവനായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവൻ ഓട്ടി നാട്ടെന്ന് അവിടെ ബൽഗാമിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ ചുറ്റും ആൾക്കാരാണ്. അതായത് ആൾക്കാരെ മാറ്റുക എന്ന് പറയുന്നതിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത്. പിന്നെ അതുപോലെ അവൻ ഇപ്പം ഞാനിപ്പോൾ ഈ പൊന്മാലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പം ഈ ഇതിലാണെങ്കിലും അവൻ മുന്നേ ചെയ്ത പോലത്തെ ക്യാരക്ടേഴ്സേ അല്ല. ഇപ്പം പൊന്മാലിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഇതിലാണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പം നമ്മൾ പെട്ടെന്നൊരു ദിവസം അങ്ങനെ പ്രിപ്പയർഡ് ആവുക എന്നുള്ള ഒരു സാധനം ഇല്ലാതെ അവൻ ഭയങ്കരമായിട്ട് അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ സ്ക്രിപ്റ്റിലാണെങ്കിലും അതിൽ പൊന്മാലേക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിങ്ങിലും അത് കഴിഞ്ഞിട്ടുള്ള കറക്ഷനിലും ഒക്കെ അവൻ ഇൻവോൾവ് ആയിരുന്നു. കാരണം അത് മോശം രീതിയിലല്ല പറഞ്ഞാൽ അതിൽ ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ അവൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാനും അവൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പെർഫോമൻസിൽ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ പൊന്മാൻ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിലാണ് നിങ്ങൾക്ക് കൂടുതൽ കോമ്പിനേഷനുള്ള. നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ഡബ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കണ്ടപ്പോൾ അവൻ ഭയങ്കര രസമായിട്ട് ചെയ്തു എന്നുള്ളത്
തോന്നിയിട്ടുണ്ട്. അതായത് മുന്നേ ചെയ്ത സിനിമകൾ ഒരു ഇപ്പോൾ ബേസിക്കലി ഒരു ഡയറക്ടറായി ആവാൻ വേണ്ടി വന്ന ഒരാള് അഭിനയിക്കുമ്പോഴുള്ളൊരു അഭിനയത്തിൽ അവൻ അത്രത്തോളം എഫേർട്ട് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ അവൻ ചെയ്യുന്ന സിനിമകളാണെങ്കിലും ഇപ്പം മുന്നേ കുഞ്ഞിരാമായണം ചെയ്ത സമയത്താണെങ്കിലും ഗോദ ചെയ്ത സമയത്താണെങ്കിലും ഇപ്പം ചെയ്യാൻ പോകുന്ന പടങ്ങളൊക്കെ ആണെങ്കിലും ആ സമയത്തൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സിനിമയിലും. ഇപ്പം മനോഹരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മിന്നൽ മുരളിയുടെ സംസാരം ഉണ്ടായിരുന്നത്. അപ്പം അന്ന് മനോഹരം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആദ്യം ഒരു ബേസിക് ഒരു കഥ, ഈ പറയുന്ന മിന്നലടിക്കുന്ന രണ്ടാമത്തെ ക്യാരക്ടർ ഒരു ട്രൈബ് എന്തായിരുന്നു. അപ്പോൾ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അത് മാറി. അതായത് എല്ലാ ചേഞ്ചസിലും അവൻ സംസാരിക്കുന്ന സമയത്ത് അത് ചേഞ്ചസ് ഭയങ്കരമായിട്ട് മാറി 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 ആ ഒരു ഭയങ്കര സെറ്റായിട്ടുള്ള, ചില ആൾക്കാരാണെങ്കിൽ അത് തന്നെ ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും. കാരണം ഇവൻ എത്രയും ബെറ്റർ ആക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ വിനീതിൻ്റെ സ്കൂളിൽ നിന്ന് വന്നവർ തമ്മിൽ എല്ലാവരും ഒരു പ്രത്യേകതരം ബോണ്ടിങ് കാണാറുണ്ട്. വിനീതിൻ്റെ ഒരു ഭൂരിഭാഗം സിനിമകളിലും ദീപക് അഭിനയിച്ചിട്ടുണ്ട്. വിനീതായാലും ധ്യാനായാലും ബേസിലായാലും എല്ലാവരുമായിട്ടൊരു നല്ലൊരു സൗഹൃദം സൂക്ഷിക്കുന്നു. ഒരു ക്യാമ്പ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ കോമ്പിനേഷൻസ് വരാറുണ്ട്. അവരും ഒക്കെ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഓവർ ദ ടൈം എങ്ങനെയാണ് ഡെവലപ്പ് ആയിരിക്കുന്നത് വിനീതുമായിട്ടും ധ്യാനുമായിട്ടും ഒക്കെ? മലർവാടി ആർട്സ് ക്ലബ്ബിലൂടെയാണ് ഞാൻ ശരിക്കും വിനീതേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പം ഇപ്പം ശരിക്കും ഞാൻ പറഞ്ഞ വിനീതേട്ടൻ്റെ സിനിമകളിലൂടെ വന്നുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി ഇപ്പം നമുക്ക് ചിലപ്പം ഭയങ്കര ഇഷ്ടത്തോടുകൂടി ഇപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊരു ഭയങ്കര സീനിയറായിട്ടുള്ള ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വർക്കാവുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച് നമ്മളെ കഷ്ടപ്പെടുത്തി അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളോട് ചിലപ്പം എത്തുമല്ലോ. അപ്പം നമ്മൾ ചിലപ്പോൾ കുറെ ഇതാകുമ്പോൾ ചിലപ്പോൾ ഇത് വെറുത്തു പോകും. കാരണം വിനീതേട്ടൻ്റെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബെറ്റർ ആക്കി എടുക്കാൻ പുള്ളി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് സിനിമയിലൊക്കെ ക്യാമ്പിന്റെ സമയത്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പഠിപ്പിക്കുന്ന പോലെയല്ല, കാരണം നമ്മളൊരു പരിചയമുള്ള ഒരാൾ സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അപ്പോൾ അത് ഭയങ്കരമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സിനിമകളും ഇപ്പോൾ വിനീതേട്ടൻ ഡയറക്ട് ചെയ്ത സിനിമയിലാണ് ഞാൻ ഫസ്റ്റ് അഭിനയിച്ചത്, മലർവാടി, പിന്നെ തട്ടത്തിൻ മറയത്ത്, പിന്നെ വിനീതന്റെ കൂടെ ബേസിന്റെ പടത്തിൽ അഭിനയിച്ചു. അപ്പോഴൊക്കെ നമ്മൾ ഇപ്പം മനോഹരത്തിലാണെങ്കിലും ഇപ്പം ഞാനും അമറിനെയും തമ്മിലുള്ള കണക്ഷനും പുള്ളിയും ബേസിലും കൂടിയിട്ടാണ് ആദ്യം ഇങ്ങനെ പറയാ സീരിയസ് ആണ് നിനക്ക് അതൊക്കെ അതേ അവർ ഐഡന്റിഫൈ ചെയ്തു. പിന്നെ ഉറപ്പായിട്ടും. പിന്നെ വിനീതന്റെ അടുത്ത് കല്യാണത്തിന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കല്യാണം പരിപാടി ഇങ്ങനെ സംസാരിക്കണം, അടിപൊളി, ഭയങ്കര ഹാപ്പി ആയിരുന്നു വിനീതേട്ടൻ. അപ്പം എൻ്റെ അടുത്ത് പറയണം, നീ എന്തായാലും കുറച്ച് കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തതിന് കുറച്ചു കാലം മുന്നേ എൻ്റെ അടുത്ത് പറയണം, കാരണം എനിക്ക് ഉറപ്പായിട്ടും വരണം കല്യാണത്തിന്. പുള്ളി ഫസ്റ്റ് വന്ന പുള്ളി മുന്നിൽ തന്നെ അവിടെ വന്നിരുന്നിട്ടെടുത്തു. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ ഒരു ബന്ധം ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പം വിനീതേട്ടനാണെങ്കിലും വിനീതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും ആണെങ്കിലും നമുക്കതുകൊണ്ട് ഒരു ഡയറക്ടർ ആക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ ബാക്കി അങ്ങനെ ഒരു ടെക്നീഷ്യൻസ് അങ്ങനെ ഒരു ബന്ധമായിരുന്നില്ല. എല്ലാവരും ഈക്വൽ എന്നുള്ളൊരു ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് ഒരു ഇപ്പൊ ആരോട് സംസാരിക്കാൻ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ നമ്മൾ സെറ്റിലാണെങ്കിലും ഇപ്പം ഞാൻ ഒരു ആക്ടറാണ്, മറ്റേ നിങ്ങൾ ഇതിലിങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളൊരു ഒരു ബന്ധമില്ലാതെ സംസാരിക്കാൻ പറ്റുന്നൊരു, നമ്മൾ കണ്ട് വളർന്നൊരു സാധനം അല്ല, വളർന്നു വെച്ചാൽ നമ്മൾ കാണുന്നതാണല്ലോ. ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഈക്വൽ സിനിമയിൽ അല്ലെങ്കിലും തോന്നേണ്ടതാണ്, പക്ഷെ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം മലർവാടിയിൽ ആദ്യം വന്നു, അത് കഴിഞ്ഞ് പെട്ടെന്ന് അതിൽ വളരെ ചെറിയ വേഷമായിരുന്നു. അതിന് ശേഷം നമ്മൾ ദീപകിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് തട്ടത്തിൻ മറയത്തിൽ ഒരു സഖാവായിട്ട് വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ഇതാരാ അപ്പോൾ നിവിൻ്റെ പടത്തിൽ നിവിൻ്റെ കാളും അല്ലെങ്കിൽ ആ ഒരു സീനിൽ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. ആ ഡയലോഗ് ഡെലിവറിയും ജോയിച്ചേട്ടൻ്റെ അടുത്ത് പറയുന്നതും ഒക്കെ. ആ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് മലർവാടിയും തട്ടത്തിൻ മറയത്തിൻ്റെ ഇടയിലുള്ള ആ സമയത്ത് എങ്ങനെയായിരുന്നു ദീപകിന്? സിനിമയിൽ എത്തി, അത് കഴിഞ്ഞ് അടുത്തൊരു റോളും അല്ലെങ്കിൽ ഒരു ബ്രേക്കോ ഒന്നും വന്നിട്ടില്ല. ആ ഒരു സമയത്തെ ഒരു സ്ട്രഗിളോ അല്ലെങ്കിൽ ആ ഒരു പീരീഡ് എങ്ങനെയായിരുന്നു ദീപകിന്? മലർവാടി ഞാൻ ചെയ്യുന്നത് MCA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, MCA 3rd സെമസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് MCA കഴിഞ്ഞ് തട്ടത്തിൻ മറയത്തിൻ്റെ കോള് വരുന്നതിൻ്റെ മുന്നേ വരെ വേറെ ഒരു പരിപാടി, ഒരു സിനിമയോ അല്ലെങ്കിൽ അങ്ങനെ ആരും സംസാരിക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേറൊരു സിനിമയുടെ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു, ഫാദർ സാറിൻ്റെ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ സിനിമയുടെ. അപ്പോൾ അത് പോയി അത് ഞാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗബിക്കയുടെ അച്ഛനായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ, ബാബുഷായർ പുള്ളിയായിരുന്നു നമ്മുടെ മഞ്ഞുമ്മലിൻ്റെ പ്രൊഡ്യൂസർ.
അപ്പം ഇങ്ങനൊരു ഓഡീഷൻ പരിപാടി ഉണ്ട്, ഇങ്ങനൊരു സിനിമ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ മലർവാടിയിൽ പോയ കുറച്ച് ടീമുണ്ടായിരുന്നു, ഗോപൻ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ പരിപാടി ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓഡീഷൻ അയച്ചു കൊടുത്തു. പക്ഷെ വിളിയൊന്നും വന്നില്ല. പക്ഷെ എനിക്ക് ഈ ബാബുശായർ പുള്ളിയുടെ നമ്പർ എനിക്ക് കിട്ടി. അപ്പം ഞാൻ വിളിയോട് വിളിയാണ്, ഇങ്ങനെ എന്താ പരിപാടി ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് അവസാനം സാറിനടുത്ത് മോനെ ഒരു കാര്യം ചെയ്യും, നീ വാ എറണാകുളത്തേക്ക് വാ, സാറ് ഇവിടെ ഉണ്ട്, സാറിനൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പാലാരോട്ട് എനിക്ക് പണ്ടെങ്ങാണ്ട് വന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവിടെ എവിടെ ഒരു വില്ല, ഞാൻ അന്ന് വഴിയൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ എത്തുക. അപ്പോൾ അവിടെ എത്തി ഫാസിൽ സാറിനെ മീറ്റ് ചെയ്തു. ഫാസിൽ സാർ എനിക്കൊരു സ്ക്രിപ്റ്റ്, ഒരു ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് തന്നു. അപ്പോൾ ഞാനത് വായിച്ചു, പഠിച്ചിട്ട് ഞാൻ ചെയ്തിട്ട് ആക്ച്വലി അവരുടെ സംസാരത്തിൽ സിനിമയിൽ വൺ ഓഫ് ദ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ലീഡ് റോളായിരുന്നു. അവർ 3 ക്യാരക്ടേഴ്സിന്റെ സിനിമയായിരുന്നു. ശ്രീത്തൊക്കെ അഭിനയിച്ച സിനിമയായിരുന്നു, ലിവിങ് ടുഗദർ എന്നുള്ള സിനിമയാണ് ഓഡീഷൻ സമയം. അപ്പോൾ അതിൽ ഒരു ബാവപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ വിളിച്ച് എന്തോ പ്രൊഡ്യൂസറുടെ എന്തോ പടം എന്തോ പുഷാവുകയൊക്കെ ചെയ്തു. പിന്നീട് എനിക്ക് തോന്നുന്നു സാറ് പുള്ളി തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് വെച്ചാൽ ആ ക്യാരക്ടറിന് കുറച്ചുകൂടെ തടി വേണം എന്നൊക്കെ തോന്നി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്യാരക്ടർ മാറി. അല്ല, പക്ഷെ അതൊന്നും ഈ പറയുന്ന പോലെ അത് സംഭവിച്ചില്ല, സിനിമയായിട്ട് സംഭവിച്ചില്ല. പിന്നെ തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം തട്ടത്തിൻ മറയത്താണ് പിന്നെ വന്നത്. അതെങ്ങനെയായിരുന്നു ഇനി ഇത് പെട്ടെന്നൊരു ദിവസം വിളിക്കായിരുന്നു? അത് ആക്ച്വലി ഞാൻ അതിൻ്റെ ഇടയിൽ മലർവാടിയുടെ അഭിനയിച്ചൊരു ഒരു സീക്വൻസും പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് കുറേ സാധനങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്തിട്ട് ഇപ്പം എനിക്കറിയില്ല ഇത് എങ്ങനെ സിനിമയിൽ എത്താൻ പറ്റും, അല്ലെങ്കിൽ ഇത് എങ്ങനെ എനിക്കങ്ങനെ പരിചയമുള്ള ആൾക്കാരാരുമില്ല. അപ്പം ഞാൻ ആ സമയത്തൊക്കെ ഫുൾ ടൈം എത്താനുള്ള വഴികൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും നാട്ടിൽ തന്നെയാണ്? നാട്ടിൽ തന്നെ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ MCA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ നാട്ടിൽ നിന്ന് വടകരയിലേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇതെങ്ങനെയാണ് അങ്ങനെ ചിന്തിച്ച് ഒരു പോയിന്റിൽ എനിക്ക് എത്തിയപ്പം എനിക്ക് വേറൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അതായത് വേറെ എനിക്കെന്തോ വട്ടായോ എന്നുള്ളൊരു എനിക്ക് അങ്ങനെ തോന്നിപ്പോയി പെട്ടെന്ന്. വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ ഇങ്ങനെ ഇതിനെ റിപ്പീറ്റ് ചെയ്യുക ഇങ്ങനെ, പക്ഷേ അത് കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ കൂടെ ഒരു 2 റൗണ്ട് അങ്ങ് നടന്ന്. അതായത് എനിക്ക് അത് നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് മൊത്തത്തിൽ പണിപ്പാളെ അവസ്ഥ. എന്നിട്ടാണ് ഞാൻ തിരിച്ച് ബസ് കയറിയിട്ട്. പക്ഷെ ആ സമയത്ത് അതായത് എന്ത് ചെയ്യും എന്നുള്ളൊരു പരിപാടി, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ കുറേ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ആദ്യം CD ആയിരുന്നു, CD-യിലാക്കിയിട്ട് ഞാൻ കുറേ ഡയറക്ടേഴ്സിൻ്റെ വീട്ടിൽ പോയിട്ട് കൊടുത്തു. ഞാൻ സത്യൻ സാറിൻ്റെ വീട്ടിൽ കൊടുത്തൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ സത്യൻ സാർ മറ്റേ അരവിന്ദൻ്റെ അതിഥികളുടെ ഓഡിയോ ലോഞ്ചിൽ വന്ന സമയത്ത് ഞാൻ സത്യൻ സാർ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സത്യൻ സാറിൻ്റെ വീട്ടിൽ CD കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് സത്യൻ സാറിൻ്റെ വൈഫുണ്ട് അവിടെ. അപ്പോൾ ഞാൻ CD അതിന് മുകളിൽ പേരൊക്കെ എഴുതി നമ്പറൊക്കെ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഓട്ടോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ഥിരം വരുമായിരിക്കുമല്ലോ, അവിടുന്ന് കുറച്ച് പോകണം, പഴയ വീട്ടിലാണ്. തിരിച്ചു പോകണമെങ്കിൽ ഓട്ടോ ഇല്ലാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോ വളച്ച് വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരി മോനെ ഓട്ടോ വിടണ്ട, സാറ് വിടില്ല, പൊയ്ക്കോന്നാണ്. ഞാനിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഈ നമ്പർ ഇതെൻ്റെ നമ്പറാണ്, പിന്നെ ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ സാറിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ വിളിക്കുകയും ചെയ്തു. വിളിച്ചാൽ സംസാരിച്ചു, സാറിനോട് സംസാരിച്ചു, ഇങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ CD കൊടുത്ത് പിന്നെ കുറെ കഴിഞ്ഞിട്ട് CD കുറെ കാണില്ല എന്നൊക്കെ ഉള്ള സീനായിട്ട് ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ട് കുറെ പേരെടുത്ത് പോയിട്ട് ഞാൻ അപ്പം തന്നെ എടുത്ത് കാണിച്ചു കൊടുക്കും, സൗകര്യമുള്ളടുത്ത്. ഞാൻ AK സജൻ സാറിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ലാപ്ടോപ്പിൽ മൊത്തം വീഡിയോസ്. എന്താണ് ഈ ഷൂട്ട് ചെയ്തത്? എന്തൊക്കെയാണ് അഭിനയിച്ചത്? ഇല്ല, ഞാൻ വേറെ സിനിമകളിലെ സീനുകളാണോ അതോ വേറെ സിനിമകളിലെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഞാൻ ഒരു ഇന്റർവ്യൂല് ഒരു BD എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ രണ്ട് കോൺവെർസേഷൻ പരിപാടികൾ, സ്വന്തം സ്ക്രിപ്റ്റ്. അതായത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്തോ ഒരു പരിപാടി, 2 ക്യാരക്ടേഴ്സ് അപ്പുറത്തേക്ക് ചുമ്മാ സംസാരിക്കുന്നു. അപ്പോൾ ഒരാൾ സംസാരിച്ചതിന്റെ കൗണ്ടർ പിന്നെ ആലോചിച്ചിട്ട് അതുപോലെ സംസാരിച്ച് എഡിറ്റ് ചെയ്തിട്ടൊരു സാധനം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കഥയൊന്നുമില്ല, എന്തെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിച്ചിട്ടൊരു സാധനം. പിന്നെ ഈ മഗധീരയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മറ്റേ അമ്മയുടെ സാരി ബ്ലൂ സ്ക്രീൻ അടിച്ചിട്ട് മറ്റേ ആ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദശാവതാരം, അപ്പൊ അങ്ങനെയുള്ള കുറെ പരിപാടികൾ. അത് ദശാവതാരം ഈ അടുത്തൊരു ആ ഡയലോഗ് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഡെലിവറി ചെയ്തു. ഞാൻ എത്ര പഠിച്ചിട്ടുണ്ട്.
അപ്പം അങ്ങനെ കുറേ പരിപാടികൾ ചെയ്തു. പിന്നെ ആ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ടാഗ് ചെയ്യാൻ പറ്റുമല്ലോ, ഫേസ്ബുക്കിൽ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ വാളിൽ ഇത് ഹിഡൻ ആക്കേണ്ട പരിപാടി തുടങ്ങി. ആദ്യം എല്ലാം വോളിൽ കാണാൻ പറ്റും. അപ്പം ഞാൻ വിനീതേട്ടൻ്റെ അറിയാവുന്ന എല്ലാവരുടെയും ഇതിൽ ടാഗ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു, അത് ഈ തട്ടത്തിൻ മറയിലേക്ക് വിളിച്ച സമയത്ത് ഞാൻ വിനീതേട്ടനോട് ചോദിച്ചു, ഇങ്ങനെ അതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞല്ല അതൊന്നും കണ്ടിട്ടില്ലടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചത് കണ്ടിട്ടില്ലേ. പക്ഷേ തിരയുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു സീക്വൻസ് കഴിഞ്ഞിട്ട് പുള്ളി നൈറ്റ് വിളിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ ആ ചെയ്ത ഇത് രസമുണ്ട് എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയണത് നീ പണ്ട് കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ആക്ച്വലി ഇനി വേറെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്യാരക്ടറിൻ്റെ ഒരു ഐഡിയ അത് ഉണ്ടാക്കാൻ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും കൃത്യമായിട്ട് പറഞ്ഞു തരണമെന്നുണ്ടാവില്ല. അപ്പോൾ നീ അത് വായിക്കുന്ന സമയത്ത് നിനക്കൊരു ക്യാരക്ടർ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പുള്ളി അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അപ്പോൾ നമ്മൾ എന്ത് എഫേർട്ട് എടുക്കുന്നത് വെറുതെ ആവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ ചെയ്തതൊക്കെ ഈ പറയുന്ന പോലെ ആരും കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലൊക്കെ കാണുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദീപക് രണ്ടും ചെയ്യാറുണ്ട്, ഇപ്പോൾ ക്യാരക്ടർ റോൾസും ലീഡ് റോൾസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലേതാണ് കൂടുതൽ ലീഡ് റോൾ ആകുമ്പോൾ ഒരു കൂടുതൽ എക്സ്ട്രാ ഒരു റെസ്പോൺസിബിലിറ്റി വരികയാണല്ലോ, ആ സിനിമയുടെ വിജയവും അതിൻ്റെ ഒരു സെയിൽസും എല്ലാം ദീപകിൻ്റെ തന്നെ റെസ്പോൺസിബിലിറ്റി ആവുകയാണ്. ക്യാരക്ടർ റോൾസിലാണ് കുറേ കൂടെ ഒരു വെറൈറ്റി കിട്ടുന്നുണ്ട്, പല ഷെയ്ഡ്സ് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്, ഒരുപാട് പേരുടെ കൂടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അധികം ഷോൾഡർ ചെയ്യേണ്ടി വരുന്നില്ല. ഏതാണ് ദീപകിന് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? എങ്ങനെയാണ് ഇത് തമ്മിൽ ഇപ്പോൾ ക്യാരക്ടർ റോൾസ് ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ്, ലീഡ് റോൾസ് ചൂസ് ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ തോട്ട് പ്രോസസ്സ് എന്നുള്ള രീതിയിലുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ആക്ച്വലി ഇപ്പം സിനിമയിൽ നായകൻ ആയിട്ടൊരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ പടം ഹിറ്റ്, ഇപ്പോൾ ഒരു നായകനായിട്ടൊരു സിനിമ ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിറകെ നായകനായിട്ടുള്ള ഒരുപാട് സിനിമകൾ വരും. ഇപ്പം അത് ഭയങ്കര ലക്ക് ഫാക്ടറും കൂടിയാണ്. ലക്ക് ഫാക്ടറും അല്ല, ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പം ഞാനൊരു സിനിമയിലൊരു നായകനായിട്ട് അഭിനയിച്ച് ഒരു ചെറിയ സിനിമയാണെങ്കിലും ഭയങ്കര കിടില സബ്ജക്റ്റ്, അല്ലെങ്കിൽ ആൾക്കാർ ആ സമയത്ത് ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിനിമയാണെങ്കിൽ എനിക്ക് തുടർന്ന് സിനിമകൾ വരും. അപ്പോൾ അത് നല്ല സബ്ജക്റ്റുകൾ നമ്മളിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരും. അത് ഇപ്പോൾ ഒരു പുതിയ ആൾക്കാരിൽ എത്തണമെങ്കിൽ ഇപ്പോൾ ചിലപ്പം ഒരുപാട് ആക്ടേഴ്സ് തഴഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഇപ്പം നമ്മളിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പോൾ അത് ഭയങ്കര ഫാക്ടറാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാനൊരു അടുത്ത് ചെയ്യുന്ന നായകൻ ചെയ്യുന്ന പടം ഹിറ്റാവണമെന്നില്ല. ചിലപ്പോൾ എനിക്ക് പോലും അറിയാം ഈ പടം ഹിറ്റാവില്ല, അല്ലെങ്കിൽ വർക്കാവില്ല, അല്ലെങ്കിൽ പക്ഷെ അത് നമ്മളെ ആഗ്രഹം സിനിമ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്ത് പരിപാടി വന്നാലും ചെയ്യാന്നുള്ള. അപ്പൊ ഞാനൊരു പടം വരുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കാറില്ല. ബേസിക്കലി ഞാൻ ചിന്തിക്കുന്നത് കുഴപ്പമില്ലായിരിക്കും. പിന്നെ ആ സമയത്ത് വേറെ ഭയങ്കര സിനിമകളൊന്നും ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സിനിമ ചെയ്യാം. ചിലപ്പം രക്ഷപ്പെടുമായിരിക്കാം, ചിലപ്പോൾ ഓടുമായിരിക്കാം. പിന്നെ നമ്മൾ വായിച്ച പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് നമ്മൾ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര പ്രോസസ്സും പരിപാടിയൊന്നുമില്ല. നമ്മൾ കേൾക്കുക. പിന്നെ ആ സമയത്ത് നമുക്ക് സിനിമകളുള്ള സാഹചര്യം പോലെ ഇപ്പം ക്യാരക്ടർ റോളുകളാണെങ്കിൽ, അതായത് ക്യാരക്ടർ റോളാണെങ്കിൽ ചിലപ്പോൾ ഒരു മെയിൻ ഒരു കാസ്റ്റ് ഇപ്പം ഞാൻ മുന്നേ ചെയ്ത സിനിമകളിലൊക്കെ മെയിനായിട്ടുള്ള കുറേ ആക്ടേഴ്സിൻ്റെ സിനിമകളായിരിക്കും. അപ്പോൾ അവർ ഓൾറെഡി ഇത് കേട്ടത് അവർ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് നല്ല സ്ക്രിപ്റ്റും നല്ല പ്രൊഡക്ഷൻ, നല്ല ടീമും നല്ല ബാനറും ആയിരിക്കും. അപ്പം എന്നിലേക്ക് എനിക്കൊരു ക്യാരക്ടർ എത്തുന്ന സമയത്ത് അതെൻ്റെ ബാക്കി എൻ്റെ പരിപാടികൾ എന്താണെന്ന് നോക്കിയാൽ ഓക്കെയാണ്. അപ്പോൾ ഇവരുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ സിനിമ ആൾക്കാർ കാണാൻ തിയേറ്ററിലേക്ക് എത്തും. ഇപ്പം ഞാനിപ്പോൾ ഒരു നായകനായിട്ടുള്ള സിനിമ ആൾക്കാർ തിയേറ്ററിൽ പോയി കാണണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര രസമുള്ള സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി ആ സിനിമയിൽ ഇല്ലെങ്കിൽ ആൾക്കാർ ഉറപ്പായിട്ടും നോർമൽ സിനിമയാണെങ്കിൽ പോയി വന്ന് കാണാൻ താല്പര്യപ്പെടില്ല. എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ആരഭിനയിക്കണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, ഇവൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു ആർട്ടിസ്റ്റ് അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം നല്ല കഥയും നല്ല മേക്കിങ്ങും ആണെങ്കിൽ സിനിമ വർക്കൗട്ടാവും. അപ്പം അതുപോലത്തെ ഒരു സിനിമയും അതുപോലത്തെ ഒരു കഥയും സിനിമയും വന്നു കഴിഞ്ഞാൽ നായകനായിട്ട് അഭിനയിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ അതും ചെയ്യും. അങ്ങനെ വലിയ പ്രോസസ് പരിപാടി എനിക്ക് അങ്ങനെ കഷ്ടപ്പെടുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന പരിപാടികൾ നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. പക്ഷെ അപ്പോൾ സ്വയം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എന്നുള്ളൊരു പ്രോസസ്സ് ഇപ്പം നടനായതിനു ശേഷം, അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ സ്വയം ഷൂട്ട് ചെയ്ത് നോക്കുക, അങ്ങനെ പല പ്രോസസ്സും ഉണ്ടാവില്ല. ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയി ദീപക്, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയും നമ്മുടെ ക്രാഫ്റ്റ് ബെറ്റർ ആക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം ചിലർ ചിലപ്പോൾ വർക്ക്ഷോപ്സ് എടുക്കാറുണ്ട്, ചിലർ പല ക്ലാസ്സസ് എടുക്കാറുണ്ട്, അങ്ങനെ പലതും ചെയ്യുന്ന ആൾക്കാരുണ്ട്, തിയേറ്ററിൽ പോയി പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദീപക് എങ്ങനെയാണ് അത് നോക്കുന്നത്? അതോ സിനിമകൾ അഭിനയിച്ച് തെളിയുക എന്നുള്ളൊരു രീതിയാണോ?
എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് വെച്ചാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇപ്പം സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം വന്നത് എനിക്ക് സിനിമ കണ്ടിട്ടാണ്. ഇപ്പം നമ്മൾ കണ്ട അല്ലെങ്കിൽ ഈ 4 മണിക്ക് വരുന്ന സിനിമകളാണ് മെയിനായിട്ട് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാണുന്ന സിനിമകളാണ് കൂടുതലും കണ്ടിട്ടില്ല. അല്ലാതെ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ആ സമയത്ത് സിനിമകൾ കാണാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കണ്ട സിനിമകളൊക്കെ നമ്മളെവിടേക്കോ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനത്തിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കാം ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നത്. ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ നമ്മൾ ഈ ആക്ടിങ് വർക്ക്ഷോപ്പൊക്കെ എടുക്കുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എനിക്ക് അറിയില്ല. ഞാൻ നമ്മൾ ഓർമ്മയിൽ വിശേഷിച്ചും ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു 2 ദിവസം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കുളിർ മാഷ് ചെയ്ത്. അപ്പോൾ അതിൽ ഉള്ള കുറേ പരിപാടികൾ അതെങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് അതൊന്നും നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. അതിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ചെയ്തു, ഈ ശ്വാസം പിടിച്ചു വെച്ചു, ഇങ്ങനെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ അത് നമ്മളൊന്ന് ഫ്രീ ആക്കും തോന്നുന്നു. ഇപ്പോൾ ആൾക്കാരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം ഫസ്റ്റ് ഡേ ഒരു സീൻ ചെയ്യാൻ പോകുന്ന ഒരു സീൻ നമ്മൾ അറിയാത്ത കുറച്ച് ആക്ടേഴ്സൊക്കെ ആണെങ്കിൽ, ഇപ്പം കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അവിടെ സമയമില്ല അവരുമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് സെറ്റ് ആവാനോ അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ വർക്ക്ഷോപ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാക്ടീസ് ഉണ്ടാവും. നമുക്ക് എങ്ങനെ ഈ ഒരു പരിപാടി ഒന്ന് ബ്രേക്ക് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ കിട്ടുമായിരിക്കും കുറേയൊക്കെ. എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ, ഇൻഹിബിഷൻസ് ഒക്കെ മാറും എന്നുള്ളൊരു സാധനം. അത് ഉറപ്പായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ആൾക്കാർക്കും അഭിനയിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇത് വലിയ പരിപാടിയൊന്നും അല്ലല്ലോ. ഇപ്പം നോർമലി നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കുന്ന പോലെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യത്തിനാളുടെ മുന്നിൽ നമ്മൾ ഭയങ്കര നാച്ചുറലായിട്ട് കാര്യങ്ങൾ കള്ളത്തെ പറയുന്നില്ലേ. അത് തന്നെ ഇപ്പം ഒരാളുടെ മുന്നിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു സാധനം ക്യാമറ വെച്ചിട്ട് ചെയ്യുമ്പം ഉള്ള ബുദ്ധിമുട്ട് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. അത് കുറെ കൂടെ എല്ലാവരും സ്വന്തമായിട്ട് ക്യാമറ ഉണ്ട്, എല്ലാവരും റീൽസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു റീലിൽ റീച്ച് കിട്ടിയാൽ പെട്ടെന്ന് തന്നെ സിനിമയിൽ എത്താവുന്ന രീതിയിലേക്ക് എത്തും. നമ്മളൊക്കെ തുടങ്ങിയ സമയത്തുള്ള സ്ട്രഗിൾ അല്ല. പോപ്പുലാരിറ്റിക്ക് വളരെ എളുപ്പം പോപ്പുലാരിറ്റി എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ ഇപ്പം എന്താണെങ്കിലും ഇപ്പം യൂട്യൂബിൽ ഇപ്പോൾ ഫുഡ് വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം, ഞാൻ പലപ്പോഴും ഇത് പുള്ളിയല്ലേ നമുക്ക്, അതായത് അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ട് എല്ലാവരും കാണുന്ന ഒരു ടൈമാണ്. അപ്പം പിന്നെ ഈ പറയുന്ന റീൽസും ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ മുന്നേ ചെയ്ത കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യം വന്നത്. ഇപ്പോൾ ഈ കുറേ റീൽസും പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഞാൻ ചെയ്തത് ഞാൻ മാത്രം കണ്ടിട്ട് കാണുന്നില്ല, എനിക്ക് കുറച്ചുള്ള ആൾക്കാർ ഇതിപ്പോൾ എല്ലാം കാണിക്കാനൊരു പ്ലാറ്റ്ഫോമാണ് തന്നെ. ഇതിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ വാഴ എന്ന് പറയുന്ന സിനിമയിലുള്ള എല്ലാം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ്. അപ്പം അവർക്കൊരു പ്ലാറ്റ്ഫോം അത് വെച്ചിട്ട് അവർ സിനിമയിലെത്തി അഭിനയിച്ചു. നല്ല കാര്യമാണ്. പണ്ട് മുതലേ സിനിമയിൽ കാണുന്ന ഒരു ആക്ടർ, നമ്മൾ 4 മണിക്ക് മറ്റേ ഞായറാഴ്ച TV-യിൽ കാണുന്ന ഒരു ആക്ടറിൻ്റെ കൂടെ പേടിയെന്നുള്ള പടം ഇല്ലെങ്കിലാണ് പേടിക്കുക. പടം വന്നിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയുണ്ടായിട്ടില്ല. പുള്ളി അടിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിനെ കണ്ടാൽ മനസ്സിലാവില്ല. കാരണം പുള്ളി ഭയങ്കര നീറ്റ്, പുള്ളി കുളിച്ചിട്ടൊക്കെ വന്ന് ഒരു കുറേയൊക്കെ ആ ഒരു രീതിയിലാണ് നിൽക്കുക. അപ്പം ചാവേര് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ആൾക്കാർ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഞാൻ ചെയ്തോണ്ട് കടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. നീ എവിടെ പോയിടാ, ഞാൻ ഇടില്ല, നീ ഏടില്ലേന്ന് ചോദിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ. ജാനമൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് എനിക്ക് തോന്നുന്ന 5 ക്ലൈമാക്സ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ. 5ാമത്തെ ഒരു എടാ നീ അപ്പുറനായിട്ട് എന്താടാ, ഞാൻ പറഞ്ഞെന്താ ഞങ്ങള് കല്യാണം കഴിക്കണോ, നീ കല്യാണം കഴിക്കോ, ഞാൻ പറഞ്ഞ കഴിക്കടാ. 2 ഗ്ലാസ് മോര് പിടിച്ചിട്ടാണ് രജനി സാറിനെ കാണാൻ.